ഡെയിലി മൗത്ത് വാഷ് യൂസ് ചെയ്യണോ? സിമ്പിൾ ആൻസർ ഇസ് നോ. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓറൽ കണ്ടീഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ബ്രഷിങ്ങും ഫ്ലോസിങ്ങും തന്നെ ധാരാളമാണ് അത് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൗത്ത് വാഷസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ നമുക്ക് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള മൗത്ത് വാഷസും രണ്ടാമത്തത് കോസ്മെറ്റിക് ആയിട്ടുള്ള മൗത്ത് വാഷസുമാണ്. ഇതിൽ തെറാപ്യൂട്ടിക് മൗത്ത് വാഷസ് എപ്പോഴും നിങ്ങളുടെ ഡോക്ടറുടെ ഗൈഡൻസിലും പ്രിസ്ക്രിപ്ഷനിലും മാത്രം യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ ദീർഘകാലത്തേക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല്ലിന് മഞ്ഞപ്പ് അതുപോലെ വായൊക്കെ ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യും. ഈ ഡ്രൈനെസ് കാരണം നിങ്ങൾക്ക് മറ്റ് അനേകം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇനി നിങ്ങളൊരു കോസ്മെറ്റിക് മൗത്ത് വാഷാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഫോൾ സ്മെൽ, ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ലൂസായിട്ടുള്ള ഫുഡ് ഡെബ്രിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഡെയിലി വൺസ് ഓർ ട്വൈസ് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നിങ്ങളൊരു കോസ്മെറ്റിക് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പ് വരുത്തണം അതൊരു നോൺ ആൽക്കഹോളിക് മൗത്ത് വാഷ് ആണ് എന്നുള്ളത്. ആൽക്കഹോളിക് മൗത്ത് വാഷ് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ അത് ഡ്രൈനെസ്സിന് കാരണമാകും. ഡ്രൈനെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ പല്ലിനും മോണക്കും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ദന്താരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മോണരോഗ പ്രശ്നങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ വായനാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു തെറാപ്യൂട്ടിക് മൗത്ത് വാഷ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് മൗത്ത് വാഷ് എന്തായാലും ഹെൽപ്ഫുൾ ആണ്, പക്ഷേ അത് ഒരിക്കലും ബ്രഷിങ്ങിനോ ഫ്ലോസിങ്ങിനോ പകരമാവുന്നതല്ല.